എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3 ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതാണ്. വലിയ ഉരുളക്കിഴങ്ങാണെന്ന് വെച്ചെങ്കിൽ 2 ഉരുളക്കിഴങ്ങ് മാത്രം പുഴുങ്ങിയെടുത്താൽ മതി. ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. അത് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ശേഷം ഒരു വലിയ സവാള ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു വലിയ തക്കാളിയും കൂടി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയില കൂടി, ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ഉരുളക്കിഴങ്ങ് നല്ലോണം ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങിൻ്റെ ചൂടിൽ കിടന്നിട്ട് തക്കാളിയും ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് കുക്കായി വന്നോളും. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മാവ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ അതേ രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നല്ലോണം സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബോൾസായി പരത്തിയെടുക്കാം. അപ്പോൾ ഇത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ചെടുക്കാം. ഇനി ചപ്പാത്തിയുടെ 2 സൈഡും ഇതേ രീതിയിലൊന്ന് മടക്കിയെടുക്കാം. ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ മടക്കിയെടുത്തിട്ടുള്ളത്. ഇതേപോലെ മടക്കിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ മുഴുവനായിട്ടും മടക്കിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ശേഷം ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചെടുക്കാം. ഞാനിവിടെ 2 എണ്ണം വെച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോന്ന് വേണമെങ്കിലും ചുട്ടെടുക്കാം. അടി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വന്നാൽ നമുക്ക് മറിച്ചിട്ടെടുക്കാം.
അപ്പോൾ ഇതേപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടെടുത്തിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ കറിയുടെ ആവശ്യമൊന്നുമില്ല. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്